ഹലോ ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചേന ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മലബാർ സ്റ്റൈലിൽ എങ്ങനെ നമുക്ക് ചേന ഫ്രൈ എളുപ്പത്തിൽ വീടുകളിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചേന ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 250 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. ചേന കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കണം, ചിലവർക്ക് സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചേന കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ എണ്ണയിലോ കൈയൊക്കെ തിരുമ്മിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഗ്ലൗസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചേന കട്ട് ചെയ്യാൻ പോവുകയാണ്. ചേന നമ്മൾ ഒരു ഫിംഗർ ഷേപ്പിൽ ഈ ജൂലിയൻ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയ നല്ല ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി ക്രഞ്ചി ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളൊരു മീഡിയം ജൂലിയൻ ടൈപ്പിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചേന ഫ്രൈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാഫ് ബോയിൽ ചെയ്യേണ്ടതുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ ഹാഫ് ബോയിൽ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്യാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൈ പാനിൽ. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചേനയിലേക്ക് ഉപ്പും ഒക്കെ പിടിച്ചിരിക്കും. ലേശം മഞ്ഞൾപ്പൊടി. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ലഞ്ചിനും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചേന ഫ്രൈ ആണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും വേണ്ടി വരും ജസ്റ്റ് ഒന്ന് ബോയിലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. നമുക്ക് ഇവനെ 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഹാഫ് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ചേന ഫ്രൈ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ ചേന ഹാഫ് ബോയിൽ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. പിന്നെ നമുക്ക് മസാല ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് പിന്നെ മസാല ചേർത്തൊന്ന് തിരുമ്മി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മലബാറി ചേന ഫ്രൈക്ക് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. അതിൻ്റെ കൂടെ ലേശം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി ഇച്ചിരി ചേർക്കുന്നത് നല്ലതാണ്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ചേർക്കുന്നുണ്ട്. ചേന ഫ്രൈ ചെയ്യുമ്പോൾ കോട്ടിങ് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇവനെ ഒന്ന് തിരുമ്മി ഒരു 5 മിനിറ്റ് തിരുമ്മി വയ്ക്കാം. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗരം മസാല ചേർക്കുന്നത് നല്ലതാണ്. ആ ഫ്ലേവറൊക്കെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. നമുക്ക് ഓരോന്നായി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീട്ടിലൊക്കെ കപ്പ കൊള്ളി വറക്കിയല്ലേ, അതുപോലെ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചേന ഫ്രൈ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുകയാണ്. പഴയ കാലത്ത് നമ്മൾ കപ്പക്കൊള്ളിയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മൾ പിള്ളേർക്കൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും ചേന കഴിക്കാൻ മടിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ചേന ഫ്രൈ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മലബാറി ചേന ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീടുകളിൽ പോയി ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.